നിങ്ങളും കണ്ടതാണ്. 4 വോട്ടിനും 4 സീറ്റിനും വേണ്ടി വർഗീയമായ ധ്രുവീകരണമുണ്ടാക്കുന്ന കോൺഗ്രസിന്റെ നെറുകേടുകൾക്കെതിരായിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയത്. ഞാൻ അതിന്റെ മറ്റ് വിശദാംശങ്ങളിയായ ത്യാഗപൂർണമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ആ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാളുടെ ജീവനെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജാതീയമായ മതപരമായ വാർത്തകൾക്കെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തുക തന്നെ ചെയ്യുമെന്ന് ബോധമുണ്ടാകണം കോൺഗ്രസ്. നിങ്ങളത് മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയരാജ് പഞ്ചായത്തിന്റെ അകത്തളങ്ങളിലേക്ക് എത്തിയാൽ ഒരു മൂലക്കിരിക്കേണ്ടി വരുമെന്ന്. നിങ്ങൾ ഓർത്തുകൊള്ളണം. നിങ്ങൾ ദേശമംഗലം പഞ്ചായത്തിൽ നടത്തിയിട്ടുള്ള അഴിമതികൾ, ആ അഴിമതികൾക്കെതിരെ ഞങ്ങൾ ശബ്ദമുയർത്തും. നിങ്ങളെ കൊണ്ട് എണ്ണി ഉത്തരം പറയിപ്പിക്കും. ദേശമംഗലം പഞ്ചായത്തിനകത്ത് ഒരു കൊടുങ്കാറ്റായി മാറുവാൻ എനിക്ക് കഴിയും. ഞങ്ങളുടെ ഇടതുപക്ഷത്തിന്റെ മെമ്പർമാർക്ക് കഴിയും. സഖാവ് മനോജ് ഉൾപ്പെടെ ഇപ്പോൾ ഇവിടെയുണ്ട്. ഈ കാണുന്ന പുരുഷാരമാണ് ഞങ്ങളുടെ ശക്തി. ഈ 4-ാം വാർഡിലെ 3-ാം വാർഡിലെ ഈ യുവത്വമാണ്, വോട്ടർമാരാണ് ഞങ്ങളുടെ ശക്തി. നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ദേശമംഗലം പഞ്ചായത്തിലെ അഴിമതിയുടെ കുത്തരങ്ങൾക്കാരാണ് നിങ്ങളുടെ ശ്രമമെങ്കിൽ ദേശമംഗലം പഞ്ചായത്തിന്റെ തിരുമുറ്റത്ത് നിങ്ങളെ ഞങ്ങൾ തടഞ്ഞു നിർത്തും. ഒരഴിമതിക്കാരനും പഞ്ചായത്തിനകത്ത് ഇനി ഇരിക്കാൻ വേണ്ടി കഴിയില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. 5-ാം വാർഡിലെ മെമ്പർ 4-ാം വാർഡിന്റെ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന് പറഞ്ഞതല്ല ഞങ്ങളുടെ മനസ്സിനകത്തുണ്ട്. നിങ്ങൾ അഴിമതി നടത്തി. സഖാവ് KSDയോടെ സൂചിപ്പിച്ചു. RSP കാർഡിനെ സംബന്ധിച്ച് ഒരു അഴിമതി നടത്തിയിട്ടുള്ള ഒരു മെമ്പർ ഇനി പഞ്ചായത്ത് ഭരണസമിതികളുടെ യോഗത്തിനെന്നത് ഞങ്ങൾ കാണിച്ചു തരാം. നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ ഇടതുപക്ഷത്തിന്റെ ശക്തി എന്താണെന്ന് ഇനി നിങ്ങൾ അറിയാൻ പോകുന്നതേയുള്ളൂ. കുറച്ച് നേതാക്കന്മാർ ഇറങ്ങിയല്ലോ. ലക്ഷ്മണൻ ഉൾപ്പെടെയുള്ള ഷാനവാസ് ഉൾപ്പെടെയുള്ള ആളുകൾ നുണപ്രചാരണങ്ങൾ, പെരുമഴ പോലെ പെയ്യുന്ന പോലെ നുണപ്രചാരണങ്ങൾ നിങ്ങൾ നടത്തിയല്ലോ. ഞങ്ങൾ നിങ്ങളെ തെരുവിൽ തടയും. നിങ്ങൾ നടത്തിയിട്ടുള്ള നുണപ്രചാരണങ്ങൾക്ക് നിങ്ങൾ തന്നെ മറുപടി പറയേണ്ടി വരും. നിങ്ങൾ ഓർത്തുകൊള്ളുക. ദേശമംഗലത്തെ ഇടതുപക്ഷം, ദേശമംഗലത്തെ LDF, ദേശമംഗലത്തെ CPIM അതിന്റെ സമരത്തിന്റെ തീഷ്ണത നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടി പോകുന്നേയുള്ളൂ. കുടിവെള്ളത്തിന് അഴിമതി ഇവിടെ തിരിയും സൂചിപ്പിച്ചു. ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പാവപ്പെട്ടവന് കുടിക്കേണ്ട കുടിവെള്ളത്തിൽ പോലും ലക്ഷങ്ങളുടെ അഴിമതി നടത്തി ഇനി കതറിട്ട് ഇറക്കാമെന്ന് നിങ്ങൾ കരുതേണ്ട. തൂങ്ങി മരിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞുവല്ലോ. കതറ് കൊണ്ട് നിങ്ങൾ കയറുണ്ടാക്കിക്കൊള്ളൂ, കതറ് പിരിച്ചുകൊള്ളൂ. അഴിമതിക്കാർക്കും ഇനി കതറെടുപ്പ് തൂങ്ങേണ്ടതായിട്ട് ഒരു സംശയവുമില്ല. ഞങ്ങൾ നിങ്ങളെ തൂക്കിലേറ്റുക തന്നെ ചെയ്യും. കോടതിയിൽ നിങ്ങൾ കയറിയിറങ്ങേണ്ടി വരും. അഴിമതി നടത്തിയവർക്ക് ഇനി ദേശമംഗലം പഞ്ചായത്തിൽ സ്ഥാനമില്ല. അഴിമതി നടത്തി പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് ഇനി നിങ്ങൾ കടന്നു വരാമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഞാൻ ചുരുക്കുകയാണ്, സമയക്കുറവുകൊണ്ട്. പ്രിയമുള്ളവരെ, ഈ 4-ാം വാർഡിനകത്തെ വിജയമെന്ന് പറയുന്നത്, ഈ 4-ാം വാർഡിനകത്തെ വിജയം സഖാവ് യുവാർ പ്രദീപിന്റെ വിജയമാണ് എന്നത് വിജയമാണ്. ഈ 4-ാം വാർഡിലെ വിജയം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ വിജയമാണ്. രാവിലെ പകലാക്കി മാറ്റിക്കൊണ്ട് കള്ളൊഴുകുമ്പോൾ, മദ്യമൊഴുകുമ്പോൾ, പണമൊഴുകുമ്പോൾ അതിനെ തടഞ്ഞു നിർത്തുവാൻ LDFന്റെ പ്രവർത്തകർ രാവിലെ പകലാക്കി മാറ്റിയതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് LDFന് ഈ 4-ാം വാർഡിനകത്ത് വിജയിക്കാൻ വേണ്ടി കഴിഞ്ഞത്. മദ്യം കൊണ്ടും പണം കൊണ്ടും ഞങ്ങളുടെ ആത്മാഭിമാനത്തെ വിലക്കെടുക്കാൻ കഴിയില്ല എന്ന് ഈ 4-ാം വാർഡിനകത്തെ വോട്ടർമാർ തെളിയിച്ചിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്. കോൺഗ്രസ് ഒരു 10 ലക്ഷം രൂപയെങ്കിലും ഈ 4-ാം വാർഡിനകത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഇനി പണം കൊടുത്ത് ജയിക്കാമെന്ന കോൺഗ്രസിന്റെ അവസാനത്തെ മോഹമാണ് ഈ 4-ാം വാർഡിലെ തെരഞ്ഞെടുപ്പ്. ഇനി എത്ര തന്നെ പണമറിഞ്ഞാലും, എത്ര തന്നെ പണമൊഴിക്കിയാലും, മദ്യമൊഴിക്കിയാലും ഇനി വോട്ടർമാരുടെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാത്ത വിധത്തിൽ അതിശക്തമായ രീതിയിലുള്ള പ്രവർത്തനത്തിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കുക തന്നെ ചെയ്യും. കോൺഗ്രസുകാർ പരസ്യമായി പറഞ്ഞില്ലേ പണം കൊടുത്ത്, മദ്യം കൊടുത്ത് ആളുകളുടെ വോട്ടുകൾ ഞങ്ങൾ വാങ്ങും. നമ്മുടെ നാട്ടിലെ ആളുകളുടെ ആത്മാഭിമാനത്തിന് വിലയിടുന്നവരായി കോൺഗ്രസുകാർ മാറിയിരിക്കുന്നു. അവർക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതാണ് 4-ാം വാർഡിലെ നമ്മുടെ വിജയം. ഈ 4-ാം വാർഡിലെ വിജയത്തെ ചെറുതായി നമ്മൾ കാണുന്നില്ല. പണം ലക്ഷക്കണക്കിന് രൂപ ഇവിടെ കുത്തിയൊഴുകിയിരിക്കുന്നു, മദ്യമൊഴുകിയിരിക്കുന്നു, പ്രലോഭനങ്ങളുണ്ടായിരിക്കുന്നു, ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ആ പ്രലോഭനങ്ങളുടെയും ഭീഷണിയുടെയും ഒന്നും വഴങ്ങാതെ ആത്മാഭിമാനത്തോടുകൂടി ഉയർന്നണമെന്ന് ഇടതുപക്ഷത്തിന് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള
അത് രേഖപ്പെടുത്തിയിട്ടുള്ള ആളുകളാണ് ഈ നാലാം വാർഡിനകത്ത് കൂടുതലുള്ളത്. കോൺഗ്രസ് ഓർമ്മ വെച്ചുകൊള്ളുക, ഓർമ്മ വെച്ചുകൊള്ളുക. ഇന്നലകളിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ, അഴിമതികൾ എല്ലാറ്റിനും ഞങ്ങൾ കണക്ക് പറയിക്കും. ഇവിടെ കൂടിയിട്ടുള്ള ഈ പുരുഷാരത്തെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, അഴിമതിക്കാരായ കോൺഗ്രസുകാർക്ക് ഇനി ദേശമംഗലത്തിന്റെ തെരുവിലൂടെ സഞ്ചരിക്കാൻ വേണ്ടി കഴിയില്ല. തടയും ഞങ്ങൾ ദേശമംഗലത്തിന്റെ മണ്ണിൽ. ദേശമംഗലം പഞ്ചായത്തിനകത്ത് ഇനി അഴിമതി നടത്തിയിട്ടുള്ള UDFന്റെ ഒരു മെമ്പർക്കും സ്വൈര്യമായി കടന്നു വരാൻ വേണ്ടി കഴിയില്ല. പ്രിയമുള്ളവരെ, ഈ നാടിനോടൊപ്പം ഞാനുണ്ടാകും, ഈ നാടിനോടൊപ്പം ഞാനുണ്ടാകും. ഇന്നലകളിൽ നാടിനോടൊപ്പം ഞാൻ ഉണ്ടായത് ഒന്നും ആഗ്രഹിച്ചിട്ടായിരുന്നില്ല. ഈ നാടിന്റെ സമാധാനാന്തരീക്ഷം, ഈ നാടിന്റെ മതേതരത്വം, ഈ നാടിന്റെ വികസനം മാത്രമാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് എന്റെ മനസ്സിനകത്തുണ്ടായിരുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് വാദമാണ് വരും ദിവസങ്ങളിൽ എന്നെ നയിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പറായ ഞാൻ ഒരു രൂപയുടെ അഴിമതി നടത്തിയെന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടതായി വരില്ല. പട്ടിണി കിടന്ന് മരിക്കേണ്ടതായി വന്നാലും UDFന്റെ മെമ്പർമാർ മണിമാളികകൾ തട്ടിപ്പൊക്കിയിരിക്കുന്നു. അധികാരത്തിൽ വന്ന് 11 മാസം തികയുന്നതിനേക്കാൾ മുമ്പ് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം മണിമാളികകൾ കെട്ടിയിരിക്കുന്നു, സ്ഥലം വാങ്ങിക്കൂട്ടിയിരിക്കുന്നു, ഫ്ളാറ്റുകൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, LDFന്റെ മെമ്പർ എന്ന നിലയിൽ ഒരു രൂപയുടെ അഴിമതി ഞാൻ നടത്തുകയില്ല എന്ന്. ഈ നാടിനോടൊപ്പം ഞാൻ ഉണ്ടാകും. ഈ നാലാം നാടിനോടൊപ്പം, ഈ മൂന്നാം നാടിന്റെ തിരുമുറ്റത്ത് നിന്നാണ് പറയുന്നത് എന്നുകൊണ്ട് മൂന്നാം നാടിനോടൊപ്പം ദേശമംഗലത്തെ ജനതകളോടൊപ്പം ഉണ്ടാകും. എന്റെ അവസാന ശ്വാസം നിലയ്ക്കുന്നത് വരെ വർഗീയതക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുടെ സമരങ്ങളുടെ മുൻപന്തിയിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാനുണ്ടാകും. പ്രിയപ്പെട്ട സഖാക്കളെ, പ്രിയപ്പെട്ട വോട്ടർമാരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ദേശമാഭിമാനങ്ങൾ Ada